പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ചത് ഈശൻ. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് പരിശ്രമം കൊണ്ട് എന്തും നേരിടാൻ, എന്തും നേടാൻ, എന്ത് കാര്യങ്ങളെയും സ്വായത്തമാക്കാൻ തക്ക ശേഷിയുള്ള ഒരു ജന്മമായാണ്. നമുക്കറിയാം, മനുഷ്യന് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ, മറ്റു മൃഗങ്ങൾക്കും ചിന്തിക്കാനുള്ള കഴിവ് കാര്യങ്ങളില്ല. മനുഷ്യൻ ഇന്ന് ഒരു പ്രാചീന രൂപത്തിൽ നിന്ന് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഈ സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഒക്കെ വികസിച്ചു എന്ന് നോക്കുക. പക്ഷേ നമുക്കിപ്പോഴും പല കാര്യങ്ങളും ഭയമാണ്. തോൽക്കാൻ നമുക്ക് ഭയമാണ്. തോൽക്കാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നത്? പരിശ്രമിക്കുന്നവൻ മാത്രമേ തോക്കുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാത്തവൻ ഒരിക്കലും 10ാം ക്ലാസ് തോക്കൂ, അല്ല MBBSൻ്റെ എൻട്രൻസ് എഴുതാത്തവൻ MBBS എൻട്രൻസ് തോക്കേണ്ട കാര്യമില്ല. കാരണം അവൻ ശ്രമിക്കുന്നില്ല, പിന്നെ എന്തിനാണ് തോക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഈ വിജയം എന്ന് പറയുന്നത് അത് നമ്മൾ സ്വായത്തമാക്കി അതിൽ നിന്ന് അറിവ് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വിജയം എന്ന് പറയുന്നത്. പരാജയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ്. ഈ പാഠങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അല്ലേ? സച്ചിൻ തെണ്ടുൽക്കർ 700-ലധികം ഇന്നിങ്സ് കളിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി 100ആണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സക്സസ്ഫുൾ അല്ലേ? മൈക്കൽ ജോർദാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഞാൻ 10,000 ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നെ ആളുകൾ ഓർക്കുന്നത് ഞാൻ ചെയ്ത ഷോട്ടുകളെ കുറിച്ച് ഓർത്തിട്ടാണ്, ഞാൻ സ്കോർ ചെയ്ത ഷോട്ടുകളെ കുറിച്ച് ഓർത്തിട്ടാണ്. അതുപോലെ തോമസ് ആൽവാ എഡിസൺ, അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കാൻ 1000 പ്രാവശ്യം പരാജയപ്പെട്ടു, 1000-ന് മുകളിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹം പറയുന്നു, ഞാൻ 1000 വഴികളിലൂടെ ബൾബ് എങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് പരീക്ഷിക്കുമായിരുന്നു എന്നുള്ളത്. അന്ന് അവരൊക്കെ ഈ പറഞ്ഞ ഓരോ ആൾക്കാരും അന്ന് അവരുടെ ശ്രമങ്ങൾ ഞാൻ തളർന്നു, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ നയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിൽ കാണാൻ പറ്റുന്ന ആ വിശ്വരൂപങ്ങളായി അവർ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമായിരുന്നു. ആ പരാജയത്തെ നമ്മളൊരിക്കലും ഭയക്കരുത്.